വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ നാളെ പാലക്കാട്ടെത്തും. ഇന്ന് തൃശ്ശൂരെത്തി താമസിക്കും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തിക്കണ്ട നേതാക്കളുടെ ചിത്രം പുറത്തുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും ന്യായീകരിച്ച് വി.കെ. ശ്രീകണ്ഠൻ എം.പി രംഗത്തെത്തി. രാഹുലിനെതിരെ ഒരു പരാതി പോലുമില്ല, മാധ്യമങ്ങളാണ് രാഹുലിന് എതിരെ പുകമറ സൃഷ്ടിച്ചതെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി പറയുന്നു. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത്. ഇന്നുവരെയും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ നിലവിലില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം എം എൽ എ എന്നുള്ള പദവി, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയാൻ ആർക്കും നിയമപരമായിട്ട് അധികാരമുണ്ട്. അദ്ദേഹം വരികയാണെങ്കിൽ അത് തടസ്സം ചെയ്യാനുള്ള അധികാരം ആർക്കും. ശ്രീമാന വാർത്തകൾ സീത, രാഹുൽ നാളെ പാലക്കാട്ടേക്ക് എത്തുന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐയും ബി.ജെ.പിയും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ശ്രീത്, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം നാളെ പാലക്കാട് മണ്ഡലത്തിൽ, അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ എത്തുമെന്ന തന്നെയാണ് ഇതിനകവും നമുക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് തൃശ്ശൂരിൽ ഇന്നെത്തി തങ്ങി, അതൊരു രഹസ്യ കേന്ദ്രത്തിലായിരിക്കും, അദ്ദേഹത്തിന്റെ അടുപ്പമുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലോ മറ്റോ തങ്ങി അതിരാവിലെ തന്നെ ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് വരിക, അതിനുശേഷം എം.എൽ.എ ഹോസ്റ്റലിൽ തുടരുക എന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്നാണ് മനസ്സിലാക്കുന്നത്. ചില പ്രോഗ്രാമുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഒരു മീറ്റ് പാലക്കാട് നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് എത്തിക്കാനായിരുന്നു നേരത്തെ ഷാഫി പറമ്പിൽ അനുകൂലികളും എ ഗ്രൂപ്പ് എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ അനുകൂലികളെ പാലക്കാട് വിളിക്കുന്നത്. അങ്ങനെയല്ല എന്ന് മറ്റു ചില മുതിർന്ന എ ഗ്രൂപ്പ് അംഗങ്ങൾ പറയുന്നുണ്ട്, നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് എ ഗ്രൂപ്പ് എന്ന് തന്നെ വിളിക്കാം. പാലക്കാട്ടെ എ ഗ്രൂപ്പ് നേതാക്കളും തീരുമാനിച്ചിട്ടുള്ളത് പരസ്യമായൊരു പിന്തുണ ഇല്ലെങ്കിൽ പോലും അനുഭാവികളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നു. അവർ എന്തായാലും രാഹുൽ നാളെ എത്തും. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ മീറ്റിൽ എന്തായാലും രാഹുൽ പങ്കെടുക്കുന്നില്ല. അത് DCC നേതൃത്വവും വി.കെ. ശ്രീകണ്ഠൻ എം.പി, ഇപ്പോൾ പൂർണ്ണമായി ന്യായീകരിക്കുന്ന വി.കെ. ശ്രീകണ്ഠൻ എം.പി കൃത്യമായ രീതിയിൽ രാഹുലിനെ എതിർക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. DC പ്രസിഡന്റ് എ തങ്കപ്പൻ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. തങ്കപ്പനെ അങ്ങോട്ട് വിളിപ്പിച്ചതായിരിക്കാമെന്നാണ് എല്ലാവരും കണക്കാക്കുന്നത്. എന്തായാലും തങ്കപ്പനോട് വിവരങ്ങൾ എല്ലാം ചോദിച്ചറിഞ്ഞു. പാർട്ടി നേതൃത്വം പക്ഷേ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പോയി ആ പ്രതിഷേധം തടഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം വീണ്ടും വാർത്തകളിൽ നിറയും. കോൺഗ്രസിന് അത് വലിയ ഡാമേജ് സൃഷ്ടിക്കും. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ആലോചിച്ച് മാത്രം മതി എന്ന ഒരു നിലപാടാണ് KPCCയെ DCC നേതൃത്വമടക്കം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാഹുൽ വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ വലിയ പ്രതിഷേധം, നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ പ്രതിഷേധം ഒരുക്കും. വി.കെ. ശ്രീകണ്ഠൻ എം.പി എന്തായാലും പത്രങ്ങൾക്കും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വളരെ കൃത്യമായ രീതിയിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു പരാതിക്കാർ പോലുമില്ല, മാധ്യമങ്ങൾ പുകമറയുണ്ടാക്കിയതാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി പറയുന്നു. അതിലടുത്ത വരിയാണ് ശരി. വി.ഡി. സതീശന് പരാതി ലഭിച്ചു എന്ന് കൃത്യമായ രീതിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ പരാതി ലഭിച്ചതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതെന്നും പറയുന്നു. എന്തായാലും വിവാദങ്ങൾ കൊഴുക്കുന്നു. ഡിവൈഎഫ്ഐയും ബി.ജെ.പിയും വലിയ പ്രതിഷേധവുമായി രാഹുൽ എത്തിയാൽ രംഗത്തുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശ്രീമാനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. രാഹുൽ നാളെ പാലക്കാട്ടേക്ക് എത്തുകയാണ്. ഏത് രീതിയിലാകും നാളെ അവിടെ രാഹുലിനെ തടയുമോ, പ്രതിഷേധങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നാളെയാണ് അറിയാനും കഴിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.